ഏയ് അളിയന്റെ മോളെ പൊന്നിന്റെ കരളെ എന്തടി മോളെ മിണ്ടാത്തെ. ഓക്കെ ഗൈസ്, ഇത് കണ്ടില്ലേ? ഞാനിവിടെ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചുട്ടാ. ഇത് ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാ മറ്റേ കവാസക്കി നിഞ്ച H2R. സംഭവം നൈസ് ബൈക്കാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അളിയന്റെ മോൾക്ക് കാണിച്ചു കൊടുക്കാം. അളിയന്റെ മോളെ പൊന്നിന്റെ കരളെ എവിടെയാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയേ? ഈ ഫാൻ ഓഫ് ആക്കിയില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് കറണ്ട് ബില്ല് കൂട്ടും. എടി അളിയന്റെ മോളെ പൊന്നിന്റെ കരളെ, എടി പായലേ അടുക്കളയിലുണ്ടാ? ഏയ് ഇവിടെ ഒന്നും കാണാനില്ല. ഈ പെണ്ണുമ്പിളത് എങ്ങോട്ടേക്ക് പോയേ? എടി പായലേ, എടി വാഴേ, ബാത്റൂമിലുണ്ടാ? ഏയ് ബാത്റൂമിലില്ല. ഇവളിത് എങ്ങോട്ടേക്കാണോ പോയേ? ഇനിയിപ്പോ അവൾക്ക് വേറെ വല്ല ബോയ് ഫ്രണ്ട് സെറ്റായ? അയ്യോ, പറയാൻ പറ്റില്ലേട്ടാ. ഏയ് അങ്ങനെ പറയാൻ വഴിയില്ല. അവൾ ചിലപ്പോൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിണ്ടാവും. അയ്യാ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. ആ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, പായൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അതൊരിക്കും ഇരുന്ന് ടി വി കാണാം. ടി വിയിൽ വല്ല ന്യൂസൊക്കെ ഇരുന്ന് കാണാം. Meanwhile, ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ സൈക്കിളൊക്കെ എടുത്ത് കറങ്ങാൻ പോയിക്കാനട്ടാ. സത്യം പറയല്ലോ, ഈ സിറ്റിയിലെ സൈക്കിൾ ചോട്ടാൻ നല്ല രസാ. നമ്മുടെ ടോമി പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. എടാ ടോമിയെ, എന്താ പരിപാടി? ഇവിടെ വെറുതെ നിൽക്കാണോ? അല്ലാണ്ട് പിന്നെ ഞാനിവിടെ വെറുതെ നിൽക്ക. ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? ബോറടിക്കുക. അതെ, ഒരു കാര്യമില്ലയോ? ഈ സിറ്റിയിലെ എല്ലാവരുടെ കയ്യിലും നല്ല കാറും ബൈക്കൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ മാത്രം ഈ പേട്ട സൈക്കിളുള്ളൂ. ഇതൊക്കെ മാറ്റണ്ടേ? ഇങ്ങനെ പോയാൽ ശരിയാവുമോ? എടാ ടോമിയെ, ഒരു കാറും ബൈക്കും മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നോ മണി, നോ മണി നോ ഹണി, മനസ്സിലായ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എങ്ങനെ ഇപ്പോൾ പൈസ ഉണ്ടാക്ക? എടാ ഫ്രാങ്ക്ലിനെ, ഹണിയും കിടിയൊന്നും വേണ്ട. നമുക്ക് കാറും ബൈക്കും മാത്രം മതി. എങ്ങനെയെങ്കിലും ഒരു കാറും ബൈക്കും സെറ്റാക്കണം, അതും ഇന്ന് തന്നെ. ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇതെന്തത്? നമ്മൾ മാത്രം സൈക്കിളിൽ പോവാ. എനിക്ക് നാണക്കേടാവുണ്ട്. എടാ ടോമിയെ, എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷെ എന്താ ചെയ്യാ? കയ്യിൽ പൈസ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ അടിച്ചു മാറ്റേണ്ടി വരും. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ നല്ല കാറും ബൈക്കൊക്കെ ഇല്ലേ? നമുക്ക് ഒരു കാറും ബൈക്കും മേടിച്ചു മാറ്റാം, എന്നിട്ടത് മോഡിഫൈ ചെയ്യാം. ഇനിയിപ്പോൾ അത് മാത്രമേ നടക്കുള്ളൂ. പൈസ കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചാലേ ഈ അടുത്തൊന്നും നമുക്ക് കാറും ബൈക്കും മേടിക്കാൻ പറ്റില്ല. ആണോ? എന്നാ ശരി, അടിച്ചു മാറ്റുണ്ടെങ്കിൽ അടിച്ചു മാറ്റ്. എങ്ങനെയെങ്കിലും ഒരു കാറും ബൈക്കും സെറ്റാക്ക്. ആടെ ടോമിയെ, എന്നാ ശരി, ഞാനിപ്പോൾ പോയിട്ടേ ഒരു കാറും ബൈക്കും സെറ്റാക്കി കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഇഷ്ടം പോലെ ബില്യണേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ നല്ല കാറും ബൈക്കൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. നമുക്കപ്പോൾ ഒരു കാറും ബൈക്കും അങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിലെ ഒരാള് ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചു. അത് കവാസിക്കയുടെ ബൈക്കൊക്കെയാണെന്ന് പറയണേ. നമുക്ക് പറ്റിയെങ്കിൽ ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ ഒരു വീടൊക്കെ ഉണ്ട്. ഈ കാണുന്ന വീട്ടിലാ ആ ബൈക്കുള്ള. ഇതേ കണ്ടില്ലേ? ആ വീട്ടിൽ ഒരു ബൈക്ക് ഉണ്ട്. അയ്യോ, അവിടെ തലടിച്ച് വീണേ. ആ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഇത് ഏതാ ബൈക്ക്? ബ്ലാക്ക് കളറാണല്ലോ. ഇതാ മറ്റേ കവാസക്കിയുടെ ബൈക്കല്ലേ? കവാസക്കി നിഞ്ച H2R ആണ്. എൻ്റെ പൊന്ന്, ഈ വീട്ടിൽ ആരാണോ താമസിക്കണേ? ഇവിടെ പിന്നെ എനിക്ക് ആരെയും കാണാനില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഈ ബൈക്കും അടിച്ചു മാറ്റാം. ഈ ബൈക്കിൽ പിന്നെ താക്കോൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഓണർ ഒരു മണ്ടനാ. ഇത്രയും വില കൂടെ ബൈക്ക് മേടിക്കല്ലേ? താക്കോലൊക്കെ ഊരി വയ്ക്കണ്ടേ? അയ്യോ, എൻ്റെ അച്ഛൻ്റെ മോനെ തലയിടിച്ച് വീണേ. ഈ ബൈക്ക് കൺട്രോൾ ചെയ്യുന്നേ അത്ര എളുപ്പമല്ലട്ടാ. ഇതൊരു CC കൂടിയ ബൈക്കാ. വണ്ടിയിൽ പിന്നെ ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്കും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ടോമിക്ക് കാണിച്ചു കൊടുക്കാം. ടോമി ഇത് കണ്ടാലേ എന്തായാലും ഹാപ്പിയാവും. എന്നാലും ഈ പായൽ എങ്ങോട്ടേക്കാ പോയേ? എങ്ങോട്ടേക്കാ പോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ അവളെ കുറേ വട്ടം വിളിച്ചു, അവള് ഫോൺ എടുക്കണില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങിയിട്ടേ അവളെ അന്വേഷിക്കാം.
ഇതെന്തത്? എൻ്റെ ബൈക്ക് എവിടെ? ഗൈസ്, എൻ്റെ ബൈക്ക് കാണാനില്ല. എൻ്റെ ബൈക്ക് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തേ. അയ്യോ, ആരോ എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റിയല്ലോ. ഷേ, നൈസായിട്ട് പണിപ്പാളി. ഞാനാണെങ്കിൽ ആ ബൈക്കിൽ നിന്ന് താക്കോൽ അഴിക്കാൻ മറന്നു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയി. എൻ്റെ ബൈക്ക് ആരാ അടിച്ചു മാറ്റിയല്ലോ. എൻ്റെ ബൈക്ക്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ടോമി എവിടെയാ? ടോമിനെ കാണാനില്ല. അവൻ ചിലപ്പോൾ പുറത്തേക്ക് പോയിണ്ടാവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണില്ല. ബൈക്ക് എങ്ങനെ സെറ്റായി? ഇനിയിപ്പോൾ നമുക്ക് ഒരു കാറും കൂടി വേണം. കാർ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഷോറൂമിൽ പോയിട്ട് നോക്കി നോക്കാം. ഷോറൂമിൽ ചിലപ്പോൾ കാർ ഉണ്ടാവും. ഷോറൂം വരെ പോകാനായിട്ട് ഒരു വണ്ടി വേണമല്ലോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്. ഇത് ആരുടെ സൈക്കിളാണാവോ? നമുക്കിതങ്ങ് അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഇതെന്തത്? ഷോറൂം കാലിയാണോ? ഇതിൻ്റെ അകത്തപ്പോൾ വണ്ടികളൊന്നും ഇല്ലേ? നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം. ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇതാ മറ്റേ താർ റോക്സ് അല്ലേ? ഈ വണ്ടി വില കുഴപ്പമില്ല ഏട്ടാ. അത്ര എക്സ്പെൻസീവ് കാറൊന്നുമല്ല. തൽക്കാലം ഇത് മതി. നമുക്കപ്പോൾ ഈ കാറങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ ഇപ്പോൾ ഷോറൂമിലേ എനിക്ക് ആരെയും കാണാനില്ല. ഈ കാറ് നൈസ് കാറാണ് കേട്ടാ. വലിയ സൺറൂഫൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ താറും കൊണ്ട് വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ടോമി ഇതൊരിക്കും വന്നില്ലേ? ഇവനിത് ഇങ്ങോട്ടേക്കാ പോയേ. എടാ ടോമിയെ, ഒന്ന് നോക്കടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇത്രയും പെട്ടെന്ന് കാറും ബൈക്കും കൊണ്ടുവന്നാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഏട്ടാ. ബൈക്ക് നൈസുണ്ട്. കവാസക്കി നിഞ്ച H2R. ഇതാ മറ്റേ മഹീന്ദ്ര താർ റോക്സ് അല്ലേ? എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു കാറും ബൈക്കും ആയില്ലേ? അത് മതി. എടാ ടോമിയെ, നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ഞാനിപ്പോൾ അത് ആലോചിക്കണേ. എന്തായാലും കാറും ബൈക്കും സെറ്റായില്ലേ? നമുക്കപ്പോൾ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഹലോ സാറേ, അതെ, ചെറുതായിട്ട് പണിപ്പാളി. എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റി. സാറേ, ഹെൽപ്പ് ചെയ്യണേ. ബൈക്ക് അടിച്ചു മാറ്റിയേ? ഏത് ബൈക്ക് അടിച്ചു മാറ്റിയേ? സാറേ, അതാ മറ്റേ കവാസക്കി നിഞ്ച H2R. ആ ബൈക്കിന് ഭയങ്കര വിലയാ, എക്സ്പെൻസീവാ. ആ ബൈക്ക് അടിച്ചു മാറ്റി. സാറേ, ആ ബൈക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വേണം. ഇത്രയും എക്സ്പെൻസീവ് ബൈക്ക് ആരടിച്ചു മാറ്റിയേ? നീയപ്പോൾ ബൈക്കിൽ നിന്ന് താക്കോലൂരിയില്ലേ? ഇല്ല സാറേ, ബൈക്കിൽ നിന്ന് താക്കോലൂരിയില്ല, മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ആരോ ബൈക്ക് അടിച്ചു മാറ്റി. ബെസ്റ്റ്. താനപ്പോൾ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോരെ. നമ്മളപ്പോഴേക്കും അന്വേഷിക്കാം. സാറേ, ശരി സാറേ. എൻ്റെ ബൈക്ക് ആരാണോ അടിച്ചു മാറ്റിയേ? അയാളെ ഞാൻ വെറുതെ വിടില്ല, പന്നി.